ഇത് മാത്രമേ ഞാൻ വൃത്തിക്ക് പഠിച്ചിട്ടുള്ളൂ. എല്ലാരും കാണുമോ? നമ്മളെല്ലാരും കാണിക്കണേ. എല്ലാരും കാണിക്കുന്നുണ്ട്. ചേച്ചിന്റെ പേര്? എന്റെ പേര് ദീപ. വീട്? നമ്പർ. ചേച്ചിന്റെ പേര്? രജിത. വീട്? നമ്പർ. നിങ്ങളെല്ലാരും നമ്പർ കാണാം. ചേച്ചിന്റെ പേര്? ഷിംന. നമ്പർ തന്നെയാ? മലപ്പെട്ട. ആ അല്ല, ഇവരെല്ലാരും അറിയാം, പക്ഷെ പേരും സ്ഥലം നേടിയാണെന്ന് അറിയില്ല. നമ്മളൊരു സ്ഥലം പഠിക്കാൻ ഇത് എട്ടയാർ KR ബേക്കറി. ഞാൻ പറഞ്ഞ പോലെ എട്ടയാർ KR ബേക്കറി എന്നാണ്. അപ്പോൾ ഇന്ന് നമ്മളെ നമ്മളെ കൂടെയുള്ള സഞ്ജുവിൻ്റെ പിറന്നാളാണ്. രാവിലെ എന്തെല്ലാം പിള്ളേർ പരിപാടിയൊക്കെ ഉണ്ട് വിഷ്ണുവിൻ്റെ വീട്ടിൽ. ഞാൻ രാവിലെ അനിയത്തിനെ ഇപ്പം ഞാനത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനിയത്തി പ്രസവിച്ചിട്ടുണ്ട്, വല്യമ്മേൻ്റെ മോള് 5. അപ്പോൾ കുട്ടീനെയും കൂട്ടി ഒന്ന് ഹോസ്പിറ്റലിൽ പോയി. അതുപോലെ തന്നെ അമ്മമ്മേനെ ഇന്ന് ചെക്കപ്പ് ഉണ്ടായിരുന്നു. ചെക്കപ്പിന് പോകേണ്ട ദിവസം അമ്മമ്മേൻ്റെ. അപ്പോൾ അമ്മമ്മേനെയും കൂട്ടി പോയി. എല്ലാം കൂടി ഞാൻ രാവിലെ തിരക്കായി പോയി. അപ്പോൾ പിള്ളേരെല്ലാം കൂടി വിഷ്ണുവിൻ്റെ വീട്ടിൽ സഞ്ജുവിൻ്റെ എന്തെല്ലോ പിറന്നാൾ പരിപാടി, കേക്ക് മുറിച്ചു, ഫുഡെല്ലാം ആക്കി എല്ലാം കഴിച്ചായിരിക്കും. ഇപ്പോൾ ഏകദേശം 3:30 ആകാനായി. അപ്പോൾ ഞാൻ ആടുന്നൊരു കേക്കും വാങ്ങി നേരെ ഇങ്ങ് വന്നിട്ടുള്ളത്. അപ്പോൾ വിളിച്ചു നോക്കട്ടെ, എവിടെയാ ഉള്ളേന്ന് വിളിച്ചു നോക്കട്ടെ എല്ലാവരും. ഹലോ, എവിടെയുള്ളേ? എടാ വിഷ്ണുവിനടിക്കാ? ആ ഓക്കെ. അല്ല പുതിയ വീട്ടിലാ? എല്ലാരും ഉണ്ടാ? പാട്ടാ? ഓ എപ്പഴും വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം, താഴേക്ക് വരാം. ഓക്കെ, വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്കമ്പാടിയാ നമ്മളെ വിഷ്ണുവിൻ്റെ വീടിന് താഴെ വരുക. നമ്മളെ വീട് അങ്ങോട്ടേക്കാണ്. അപ്പോൾ അല്ല ഞാൻ തിന്നിന് ചോറ് തിന്നിന്. അപ്പോൾ ഇത് വിഷ്ണുവിൻ്റെ പുതിയ വീട്, ഇത് പഴയ വീട്, ഇത് പുതിയ വീട് എടുത്തില്ലേ. ഹായ്, ഹായ്. ഞാൻ ചോറ് കഴിച്ച് ഞാൻ ഒറ്റക്കല്ലേ പോയിനി. ആരാ ചോദിച്ചാൽ കൃപാലോ എന്തല്ലോ ചോദിക്കുന്നത്. ഇത് മീരയുടെ അനിയത്തി, പേര് മിഥുന. ഇത് ഇത് വിഷ്ണു, കൃപാലി, സോനു, സഞ്ജു. പിറന്നാൾ ഹാപ്പി ബർത്ത്ഡേ ടു യു. ചോട്ടേന്ന് വിട്ടിട്ട് നോക്കറാ, 30 വയസ്സങ്ങാനായി. 30ാമത്തെ പറഞ്ഞ ഈസി എന്നെ ഭക്ഷണം കഴിക്കാത്ത. അപ്പൊ ഇവര് കേക്ക് മുറിയും പരിപാടിയെല്ലാം കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ടൊന്നുമില്ല. അല്ല ഞാനല്ലേ രാവിലെ. ഇപ്പൊ നമുക്കൊരു കേക്ക് കൂടി മുറിക്കാനാ. അപ്പോ 32ാം ജന്മദിനം ആഘോഷിക്കുന്ന സഞ്ജുവിന് എല്ലാ 1000 ദൈർഘ്യം എന്നാണ് മറ്റേ ചങ്ങായി പറയില്ല ഒരു വീഡിയോയില്. 1000 ദൈർഘ്യവും 25 അല്ല 25 കഴിഞ്ഞ് 5 കൊല്ലായി. സഞ്ജു എനക്കും ഒരു ഒറ്റ ഹാപ്പി ബർത്ത്ഡേ. ഇല്ല വയസ്സായി. ഇല്ലല്ല നിങ്ങളെന്നെ അപ്പുറം ഷെയർ. ഹാപ്പി ബർത്ത്ഡേ. അപ്പോ നമ്മളെ പിറന്നാളിന് നമ്മളെ ഒപ്പരമുള്ളവരെ എല്ലാരെയും പിറന്നാളിന് നമ്മള് വാഞ്ചാലെന്ന് കേക്ക്. എന്റെ വിഷ്ണു നീയല്ലേ 3 കേക്ക് ഓൾറെഡി മുറിച്ചു എന്ന് പറഞ്ഞേ. എന്നിട്ട് നോക്കറ അതിനകത്ത് അതിന് വീട്ടിൽ തന്നെ നോക്കറ. ഇത് അല്ലെ എല്ലാ പോറല്ലാതെ. ഞാൻ നമ്മളെല്ലാരും പിറന്നാളിന് നമ്മൾ വാഞ്ചാലെന്ന് കേക്ക് മുറിക്കലുണ്ട് നമ്മള് പരസ്പരമായിട്ട് അല്ലേ. അല്ല ഞാൻ പറഞ്ഞ് പിന്നെ ഞാൻ കേക്ക് വാങ്ങിയിട്ട് ഞാൻ ആദ്യം വിഷ്ണുവിനെ വിളിച്ച് പറഞ്ഞു കേക്ക് വാങ്ങിയിട്ട് ഞാൻ വരുന്നുണ്ടെന്ന്. അപ്പോ ഇത് ഞാൻ മേലേന്ന് പറഞ്ഞു ഇങ്ങനെ കേക്ക് മേലേണ്ട് പറഞ്ഞപ്പോൾ വിഷ്ണുവിനോട് പറഞ്ഞു നമുക്കെന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, വീഡിയോ ഒരു സർപ്രൈസ് പോലെ ആക്കാം. ഞാൻ വരുമ്പോ അക്ഷരം അറിയാത്ത പോലെ വരുക, അന്നേരം നമ്മളെല്ലാരും എക്സ്പ്രഷൻ ഇടും. അങ്ങനെ പക്ഷെങ്കിലേ ഈ എക്സ്പ്രഷൻ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും ഇത് സ്ക്രിപ്റ്റഡ് ആണ്. അത്ര ഓവറാക്കിയ ഇഷ്ടം. അമ്മ സ്നേഹം. ഇത് ഓമനേച്ചി.
വിഷുവിന്റെ അമ്മയാണ്. വിഷുവിന്റെ അമ്മയാന്നതിന് മുമ്പ് നമ്മൾ ചേച്ചി ചെയ്തതാണ്. ഞാൻ പ്രസവിച്ചിട്ടില്ലാന്നേ ഉള്ളൂ. എന്റെ ശരിക്കുള്ള മോൻ തന്നെ. എന്റെ വിഷ്ണുവിനെ ഓനെ കഴിച്ചിട്ടാണ് എനക്ക് എന്റെ മോൻ. അങ്ങനെയാണ് നമ്മള് തമ്മിലുള്ള ബന്ധം. പേടൊന്നല്ല, ഇതെല്ലാം ഉള്ളതാണ്. പേടൊന്നും ഇതിനൊന്നും പൈസ കൊടുക്കാണ്ട് ചെയ്യുന്ന വർക്ക്. കല്യാണം കഴിഞ്ഞ് പോകുമ്പോ എന്റെ മോനെ കൂട്ടിയിട്ട് പോകേണ്ട അവസ്ഥയായി പിന്നെ കരഞ്ഞിട്ട്. എനക്ക് അങ്ങനത്തെ ഒരു സുഖം ഉണ്ടല്ലോ. കല്യാണം കഴിഞ്ഞ് പോകുമ്പോ എല്ലാരും ഒപ്പരം പോയി ഞാൻ അവിടെ നിൽക്കൂ. അപ്പൊ ഇതാ വെല്ലുമേടിയുണ്ട്. ജിഷ്ണു വന്നിട്ടുണ്ട്. ജിഷ്ണു അപ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ട്. ജിഷ്ണു ഭയങ്കര തിരക്കായി. ഇപ്പൊ ജിടെക്കിലെ പെൺകുട്ടികളുടെ ഹരായിട്ട് മാറിയിട്ടാണ്. യൂട്യൂബിലെല്ലാം കണ്ടിട്ട് ഫുൾ ഫാൻസ്. അപ്പൊ ഇത് വിഷ്ണുവിന്റെ പുതിയ വീട് അപ്പുറത്തെടുക്കുന്നുണ്ട്. ഇത് ഇവര് ചോറാക്കിണ്ട്. വിഷ്ണു ആണ് ആക്കിനെ ചോറ്. അപ്പൊ തിന്നിട്ടേ വേണം, എന്തോ ഉണ്ടായിട്ട് തിന്നിട്ടേ വേണ്ട പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്നാവുന്നെന്ന് എനിക്കറിയില്ല. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഞാൻ ബാക്കി ഉണ്ടാകുമെങ്കിൽ ഞാൻ അപ്ലോഡ്. ഓക്കെ, എന്നാ കുറച്ച് കൊടുക്ക് നോക്കാം. മാക്കൊന്നുമില്ല. ടേസ്റ്റ് നോക്കലാണ് ഇത്ര. അപ്പൊ ശരിക്കും തന്നെ കന്നായിരിക്കും അവസ്ഥ. അടിപൊളി അടിപൊളി. മൂത്ത് നല്ല മൂത്തിയാണ്. ഒരു ഏകദേശം ഒരു 10-40 വയസ്സ് മൂത്തിയാണ്. അത്ര മൂത്തിട്ടൊന്നുമില്ല. എളിമയുള്ള ഡയറക്ടർ നോക്കി ഒരു പടം ഇറങ്ങിയിട്ടു. അതാണ് സിംപ്ലിസിറ്റി. അപ്പൊ അങ്ങനെ എല്ലാരും കൂടി സഞ്ജുവിന്റെ വീട്ടിലേക്ക് പോയി. നമ്മളെല്ലാരും കൂടി നമ്മളെ റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ മുറിച്ചെടുക്കുമ്പോൾ വളരെ ഭയങ്കര ഇറക്കായോണ്ടല്ലേ, അങ്കമ്പാടി ഇറക്കത്തിൽ തന്നെയാണ്. അപ്പോൾ മുറിച്ച് കിടക്കുന്ന കുറച്ച് റിസ്ക്കാണ്. കുട്ടികളെ വളരെ ശ്രദ്ധിച്ചും കണ്ട്. എടാ ചക്കി ചക്കി വണ്ടി ഇത്ര സ്പീഡിലൂടെ പോകും. അപ്പോ സഞ്ജുവിന്റെ ചെലവ് അവിടെയൊന്നും ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. എല്ലാരും ഉണ്ട്. നമ്മള് നൻശ്ശേരി കടവ് ചാവടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ സഞ്ജു ചെറിയ ജ്യൂസ് കൊഞ്ച് ചെയ്തിട്ട് നമ്മളെ പറ്റിക്കാന്ന് പറഞ്ഞു. നമ്മള് നേരെ അപ്പോ നൻശ്ശേരി കടവിലെ ചിലവ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അറിയാം ഡോൾഫിന്റെ രാത്രി മറ്റേ എന്തോന്നല്ലേ എന്നാ ഇത് മറ്റേ പറയില്ല, എന്നാ കല്യാണത്തിന്റെ ഇതില്ലാത്തൊരു പാട്ട്, ബാച്ചിലർ പാർട്ടി. ആണുങ്ങൾ മാത്രം. ഇനി നമ്മൾ ആണുങ്ങൾ മാത്രമുള്ള ഒരു ബാച്ചിലർ പാർട്ടി ഉണ്ട് ഡോൾഫിന്റെ. രാത്രി നമ്മൾ ചായയെല്ലാം കുടിച്ചു കഴിഞ്ഞു. ഇനി ഒന്ന് നൻശ്ശേരി കടവും കാണിച്ചിട്ട് വീഡിയോ ഉണ്ടാക്കാം നമുക്ക്. ഇതാ നൻശ്ശേരി കടവ് പോകാലോ. വൈകുന്നേരം ക്രേം വൈബാണ് കേട്ടോ. നല്ല അടിപൊളി. എല്ലാവരും ഇവിടെ വെക്കുന്നുണ്ട്. പിറന്നാൾ പരിപാടി കാര്യങ്ങളെല്ലാം നമ്മളിവിടെ സമാപിപ്പിക്കുമായിരുന്നു. ചക്കിന്റെ ഫോണുണ്ട്. ചക്കി എടുത്തോ, അറ്റൻഷൻ നിൽക്കണ്ട, എടുത്തോ. ഇത് കേട്ടായിക്കോ. അപ്പോൾ നമ്മളെ പരിപാടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത്. നമ്മൾ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ സഞ്ജുവിന് പിറന്നാൾ ആശംസകൾ. നമ്മളെ വീഡിയോ കാണുന്നവരെ വകയും ഉണ്ടാവും. എന്തായാലും ബർത്ത്ഡേ വിഷ് ഉണ്ടാവും. അവർക്കും കൂടി ഒരു വിഷ് ചെയ്യാനുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം.